പ്പെടാൻ കഴിയത്തില്ല. പുണ്യ സ്നാനങ്ങളിലൂടെ പാപം പരിഹരിക്കപ്പെടാൻ കഴിയത്തില്ല. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രയത്നങ്ങൾ കൊണ്ടും കഠിനാധ്വാനങ്ങൾ കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും പരിഹരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ പാപങ്ങൾ പരിഹരിക്കുവാൻ ഉലകത്തിൽ ഉടലെടുത്തവൻ ആരാണെന്ന് പരിശോധിക്കൂ. നിങ്ങൾ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യൂ. നിങ്ങൾക്ക് ചെന്നെത്താം വിശുദ്ധ വേദം നിങ്ങൾ പാരായണം ചെയ്യൂ. നിങ്ങൾക്ക് കണ്ടെത്താം ഒരുവനെ. ആരാണവൻ? ഞങ്ങൾ പറയാൻ കാലഘട്ടത്തെ AD എന്നും BC എന്ന് തിരിച്ചുകൊണ്ട് കാലത്തിലേക്ക് ഇടങ്ങി വന്നതായ ദൈവമായിരുന്നവൻ ദൈവരൂപത്തെ മാറ്റിവെച്ചുകൊണ്ട് ദാസരൂപമെടുത്ത വേഷത്തിൽ മനുഷ്യനായി ലോകത്തിന്റെ മധ്യഭാഗമായ ജനിക്കപ്പെട്ട നാസറേയനായ യേശു. അതേ ശ്രോതാവേ, നിങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ ഉലകത്തിൽ ഒരുവനെ കഴിയത്തുള്ളൂ. ഉലകത്തിൽ ഒരുവനെ ഉടലെടുത്തിട്ടുള്ളൂ. ഉലകത്തിൽ ഒരുവനെ പുറവിയെടുത്തിട്ടുള്ളൂ. അവൻ ആരാണെന്ന് ചോദിച്ചാൽ അവൻ സത്യതയും നിത്യജീവനുമായ നാസറേയനായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയത്ര വരുവാനിടയായത്. അതുകൊണ്ടാണ് യേശുവിന്റെ ജന്മം ഇങ്ങനെ പറയുന്നത്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ നിരക്കിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശുവിന് പേരിടേണം. അതേ ബൈബിൾ വീണ്ടും യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. യേശുവിന് പരിഹരിക്കാൻ വന്ന ശ്രാവകയോഗനാ നിങ്ങൾ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതേ ബൈബിൾ വീണ്ടും യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനം തന്നെ. അതേ പ്രിയപ്പെട്ടവരെ, അനേകർ അവതരിച്ച മണ്ണിലാണ് നാം അടിയുറച്ചു നിൽക്കുന്നത്. അനേക സുഷ്ടന്മാരെ രക്ഷിച്ചുകൊണ്ട് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാൻ അവതരിച്ച അവതാരകന്മാര് ഒന്നിനു പുറകെ ഒന്നായി ലോകത്തിൽ ഉള്ളപ്പോൾ പാപിയായ മനുഷ്യന്റെ പാപങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവസാനമില്ലാത്ത നിത്യമായ രാജ്യത്തിലേക്ക് അവനെ എത്തിക്കുവാൻ ഒരുവരെ വന്നിട്ടുള്ളൂ. അവനാണ് നാസറേയനായ യേശു. അതുകൊണ്ട് ഞങ്ങൾ പറയാ, കർമ്മമാർഗത്തിലൂടെ പാപം പരിഹരിക്കപ്പെടാൻ കഴിയത്തില്ല. പിന്നെയോ വിശ്വാസ മാർഗത്തിലൂടെ നിങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കാൻ കഴിയും. എങ്ങനെ? യേശു നിങ്ങളുടെ പാപത്തിന് വേണ്ടിയാണ് ലോകത്തിൽ അവതരിച്ചത്. നിങ്ങളുടെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അത് 139 അടികൾ ചാട്ടവാറാനാൽ അടിയേൽക്കപ്പെട്ടു. ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരനായിരുന്ന നാസറേയനായ യേശു കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് മൃതമാക്കപ്പെട്ടു. പച്ചപ്പൻ മരക്കുരിശ് ചുമലിൽ എന്തിക്കൊണ്ട് വീണ്ടും എഴുന്നേറ്റും ഗൊൽഗോഥ വല ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളാൽ റോമൻ ഭരണകൂടം അവനെ ക്രൂശിക്കുവാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അവസാന തുള്ളി രക്തം വരെയും നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിലൊരുക്കി. അതുകൊണ്ട് അതേ ബൈബിൾ വീണ്ടും യേശുവിന്റെ മരണത്തെ കുറിച്ചും യേശുവിന്റെ രക്തത്തെ കുറിച്ചും ഇങ്ങനെ പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിത്യമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ പാപപരിഹാരമാണ് ഏക മാർഗമെങ്കിൽ, ഏക വഴിയെങ്കിൽ ആ പാപങ്ങളെ പരിഹരിക്കുവാൻ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലാത്തപ്പോൾ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവസാനതുള്ള രക്തവരെയും ഊറ്റി നൽകിയ നാസറേയനായ യേശു. അതുകൊണ്ട് ആ ക്രൂശിൽ കിടക്കുന്ന യേശു ഇങ്ങനെ പറഞ്ഞു, സകലവും നിവൃത്തിയായി. എന്തിന്? സ്വർഗരാജ്യപ്രാപ്തിക്കും പാപത്തിന്റെ പരിഹാരത്തിനും വേണ്ടി. ഇനി നിങ്ങൾ ഒരു കർമ്മവും ചെയ്യണ്ട. ഒരു മുഴം നിങ്ങൾ നടക്കേണ്ട കാര്യമില്ല. ഒരു സമ്പത്തും നിങ്ങൾ ചെലവഴിക്കേണ്ട കാര്യമില്ല. ഒരു ധർമ്മങ്ങൾ നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു മൈൽ ദൂരം നിങ്ങൾ യാത്ര ചെയ്യേണ്ട ആവശ്യകതയില്ല. പിന്നെ എങ്ങനെ വിശ്വാസ മാർഗത്തിലൂടെ എങ്ങനെ നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് എവിടെയോ അവിടെ നിന്ന് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ജോലി സ്ഥലത്താകാം, ഒരുപക്ഷെ ഈ എവിടെയോ നിൽക്കുകയാകാം, നിങ്ങൾ ശ്രമിക്കുകയാകാം. പ്രിയപ്പെട്ടവരുടെ എവിടെയായി കൊല്ലം